ആ വിധി സ്വല്പം മോശമായിരിക്കും. എന്റെ ലക്ഷ്യം എനിക്കിപ്പോൾ കൂടുതൽ വ്യക്തമായി. ഇതുവരെയുള്ള പ്രവൃത്തികൾക്ക് പ്രായശ്ചിത്തമാകണമെങ്കിൽ, അവന് പൊള്ളണമെങ്കിൽ രണ്ടിനും വഴിയൊന്നേ ഉള്ളൂ. തോട്ടങ്ങൾ കത്തി ചാമ്പലാവണം. അതുകൊണ്ട് ഞാൻ പുറപ്പെടുകയാണ് ഡോക്ടർ. അതുതന്നെയാണ് വേണ്ടത്. രാമനാഥൻ ഒരു മൃഗമാണ്. ഡോക്ടർ കരുതിയിരിക്കണം. പ്രത്യേകിച്ച് ഞാൻ തിരിച്ചു വരുന്നവരെയെങ്കിലും. എനിക്കറിയാം. എനിക്കെന്തായാലും വിനോദിനെ എത്രയും പെട്ടെന്ന് കണ്ടേ തീരും. നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ, രാമനാഥനെ കുറിച്ച് എല്ലാം ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ. എന്റെ പെങ്ങൾ അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു പോയതല്ലേ. ഭയപ്പെടണ്ട, പ്രേതമൊന്നുമല്ല, ഒളിവിലായിരുന്നു. വിനോദ് സ്ഥലത്തുണ്ടോ? കുളിക്കാണ്. ഡോക്ടർ ഇരിക്കൂ. ഇരിപ്പുറക്കാത്ത അവസ്ഥയാ, എന്നാൽ ഇരിക്കാതെ നിവൃത്തിയുമില്ല. എവിടെയായിരുന്നു ഇത്രയും നാൾ? പീരങ്കിക്കകത്തായിരുന്നു, ഉണ്ടയായിട്ട്. എന്ത്? അനുഭവിച്ചു. ജീവിതത്തിന്റെ മറുകര കണ്ടു. ഇനി ഒരിക്കലും ഒരാളോടും ഐ ലവ് യു എന്ന് ഞാൻ പറയില്ല. പ്രണയത്തിനും ചാവല്യങ്ങൾക്കും അപ്പുറത്ത് ജീവിതത്തിൽ പലതുമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഫ്രോയിഡും യൂങ്ങും കണ്ടുപിടിച്ചത് മനുഷ്യ മനസ്സിലെ ചില ദ്വീപുകൾ മാത്രമാണ്. ഞാൻ കണ്ടെത്തിയത് വൻകരകളാണ്, വൻകരകൾ. സൈക്കോ അനാലിസ്റ്റ് ഒരു ബലിയാടാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങി സ്വയം കഴുത്തറക്കപ്പെടുന്ന ബലിയാട്. എവിടെയായിരുന്നു ഡോക്ടർ? എന്താണ് സംഭവിച്ചത്? ആരെ ഭയന്നിട്ടാണ് ഡോക്ടർ ഒളിച്ചോടിയത്?